എല്ലാവർക്കും സത്സംഗത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും വീഡിയോ കാണുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഒരുപാട് നന്ദി. നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നിങ്ങൾ മാത്രമാണ്. എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും പരാതിപ്പെടാറുണ്ട് ഓറ ക്ലെൻസിങ്ങിന് ഒരു വീഡിയോ എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഓറ ക്ലെൻസിങ്ങിനുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എനർജി ഹീലിംഗ് അങ്ങനെ, അല്ലെങ്കിൽ എന്താ പറയുക, സോൾട്ട് ബാത്തിങ്, അങ്ങനെയൊക്കെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു മന്ത്രമുണ്ടോ നമുക്ക് ഓറ ക്ലെൻസിങ് ചെയ്യാൻ? അതാണ് പലരുടെയും ചോദ്യം. അങ്ങനെ ഒരു മന്ത്രമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള സിഖ് ധർമ്മത്തിന് ഒരു മന്ത്രമാണ്. അപ്പോൾ ഈ ചാൻറ്റിങ് അത്യപൂർവമായിട്ടുള്ള ഒരുപാട് ശക്തിയേറിയ ഒരു ചാൻറ്റിങ് ആണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഓറ ക്ലെൻസിങ് കൊണ്ട് ഉണ്ടാകുന്നതാണ് നെഗറ്റീവ് ഇമോഷൻസ്, നമ്മുടെ മെറ്റീരിയലായിട്ടും സ്പിരിച്വലായിട്ടുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ലായ്മ, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക, നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴും ഒന്നും ഒരു കണക്ഷൻ തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, നമ്മൾ ചെയ്യുന്നതെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ഓറ ബന്ധമായിട്ട് ഒരുപാട് സംബന്ധമാണ്. അപ്പോൾ അതിനെ എല്ലാം മാറ്റാനായിട്ട് നമുക്ക് ഓവറോൾ ഒരു ഹീലിംഗ് നൽകാനായിട്ട് ഉതകുന്ന ഒരു മന്ത്രമാണ്. അത്യപൂർവമായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള മന്ത്രമാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. പക്ഷെ ഭക്ഷണം കഴിച്ചതിന് 2 മണിക്കൂർ ഗ്യാപ്പ് വേണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് എന്താണ് ഈ മന്ത്രം? ഈ മന്ത്രം രാമാധാസ സാ സേ സോഹം, ഇതാണ് ഈ മന്ത്രം. രാമാധാസ സാ സേ സോഹം. ഹം എന്ന് പറയാം, ഹം എന്ന് പറയാം. രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എനർജി ഓഫ് ദ സൺ, സൂര്യന്റെ എനർജി. മാ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ എനർജി. ധ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ എനർജി. സാ ഇൻഫിനിറ്റി, ആ പ്രപഞ്ചം എനർജി, യൂണിവേഴ്സൽ എനർജി. സാ സേ സോഹം, ആ പ്രപഞ്ചവുമായി, ആ കോൺഷ്യസ്നെസ്സുമായി ഞാൻ ഒന്നാകുന്നു എന്നുള്ളതാണ്. സൂര്യന്റെ എനർജി നമ്മളെ ബ്രൈറ്റ് ആക്കുന്നു, ആക്റ്റീവ് ആക്കുന്നു. ചന്ദ്രന്റെ എനർജി നമ്മളെ തണുപ്പിക്കും, നമ്മുടെ മനസ്സിനെ തണുപ്പിക്കും. എർത്തിന്റെ എനർജി നമ്മളെ ഗ്രൗണ്ടഡ് ആക്കും. അതേപോലെ ഇൻഫിനിറ്റി, അത് ബാക്കിയെല്ലാം ആ ഒരു കണക്ഷൻ വിത്ത് ഡിവൈനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതെങ്ങനെയാണ് ചാൻറ്റ് ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. സാധാരണ ഇരിക്കുക, നമ്മളൊരു മുദ്ര പിടിച്ചിട്ടിരിക്കുക, ശ്വാസം എടുക്കുക, ദീർഘശ്വാസം ഉള്ളിലേക്ക്, വളരെ സാവധാനം. എക്സൈൽ ചെയ്യുമ്പോൾ ഇത് പറയുവർക്ക് രാമദാസ സാ സേ സോഹം, രാമദാസ സാ സേ സോഹം. ഇങ്ങനെ പറയാം, നമുക്ക് ട്യൂണിലും പറയാം. രാമദാസ സാ സേ സോഹം, രാമദാസ സാ സേ സോഹം. ഇങ്ങനെ പറയാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യാം. കൂടുതലൊന്നും പറയുന്നില്ല, 10 മിനിറ്റ് മാത്രം. നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ തോന്നുന്നെങ്കിൽ കൂടുതൽ ചെയ്യാം. മിനിമം 10 മിനിറ്റ് നിങ്ങൾ ചെയ്യാം. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അലാം ഒന്നും വെച്ചിട്ട് ചെയ്യരുത്. അലാം വെച്ചിട്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ പാടില്ല. കാരണം അലാം റിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാവും. ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ യു, ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ യുവർ മൈൻഡ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വളരെ സാധാരണ പോലെ ഒരു ഏകദേശം ഒരു 10 മിനിറ്റ്, അതാണ് ഉദ്ദേശിച്ചത്. 7 മിനിറ്റ് 8 മിനിറ്റ് ആയാലും ഒരു കുഴപ്പമില്ല. 5 മിനിറ്റ് ചെയ്യാനും കുഴപ്പമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലുക എല്ലാ ദിവസവും, ഒരു ദിവസം പോലും വിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലുക. രാമദാസ സാ സേ സോഹം. ആ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഈ മന്ത്രം നിങ്ങൾക്ക് നിങ്ങളുടെ എപ്പോഴാണോ നിങ്ങൾ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തെല്ലാം ഇത് ചെയ്യാം. എല്ലാ ദിവസവും ഈ ഒരു ചാൻറ്റിങ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹീലിംഗ് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രാർത്ഥന ഉണ്ടെങ്കിലും ആദ്യം അത് പ്രാർത്ഥിക്കുക, എന്നിട്ട് ഇത് ചാൻറ്റ് ചെയ്യുമ്പോഴും ആ ഒരു ചാൻറ്റിങ്ങിൻ്റെ കൂടെ തന്നെ ആ ഒരു വിഷ്വലൈസേഷനും കൂടെ നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ അത് മാനിഫെസ്റ്റ് ആകും. നമുക്കൊരു പ്രാർത്ഥന ഒരാളോട് ഹീലിങ്ങിനാണ്, നിങ്ങളുടെ ലൈഫിൻ്റെ ഹീലിംഗ് ആണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഹീലിംഗ് ആണ്, നിങ്ങളുടെ റിലേഷൻഷിപ്സിൻ്റെ ഹീലിംഗ് ആണ്, എന്ത് തന്നെ ആകട്ടെ, അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളത് ചെല്ലുക. ഇത് ഈ ഒരു വൈബ്രേഷൻ നിങ്ങളുടെ ഓറ ഫുള്ള് ക്ലെൻസ് ആവും.
ഓറ ക്ലെൻസ് ആവുന്നത് മാത്രമല്ല ഓറ സ്ട്രോങ് ആവും. ഓറ സ്ട്രോങ് ആവുമ്പോൾ നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പിരിച്വൽ ലൈഫ് ഉണ്ടാവും, സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടാവും. സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നിന്നുള്ളത് ചൊല്ലുക. നിങ്ങൾക്ക് മനസ്സിലും ചൊല്ലാം. പക്ഷേ ഒരുപാട് മെഡിറ്റേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ചൊല്ലാം. പക്ഷേ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറക്കെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അതാണ് ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ചൊല്ലുക. നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചൊല്ലാം, എങ്ങനെ ഇരുന്ന് വേണമെങ്കിലും ചൊല്ലാം. കാൽപാദം തറയിൽ തട്ടാൻ പാടില്ല, എന്തെങ്കിലും ഇട്ടിട്ട് ആണ് ചൊല്ലാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ മാത്രം ഇരിക്കാം. കൈകൾ ഏത് മുദ്രയിൽ വേണമെങ്കിലും വെക്കാം, പക്ഷെ എപ്പോഴും മലർന്നിരിക്കണം. ഇങ്ങനെയുള്ള മുദ്രകൾ വെക്കുക. ഓക്കെ, മലർത്തിയുള്ള ഏത് മുദ്രകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. എല്ലാ ദിവസവും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ മന്ത്രം ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു മെഡിറ്റേഷൻ നമ്മൾ ഇനി പഠിപ്പിക്കുന്നുണ്ട്. ഇത് ചാറ്റിംഗ് ആണ്, ഇതിൻ്റെ ഒരു മെഡിറ്റേഷൻ എങ്ങനെ മറ്റുള്ള ഒരാൾക്ക് ഹീലിംഗ് എനർജി അയക്കാം എന്നുള്ള ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ഉണ്ട്. ആ പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ, അതിൻ്റെ തനതായിട്ടുള്ള ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ആ മെഡിറ്റേഷൻ പലരും തെറ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതും കൂടെ നമ്മൾ പറയുന്നുണ്ട്. കാരണം കറക്റ്റായിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് മെഡിറ്റേഷൻ ടെക്നിക്സ്. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. കാരണം ഒരുപാട് ഞാൻ അതിൻ്റെ എന്താ പറയുക വീഡിയോസൊക്കെ കണ്ടിട്ട് തെറ്റായിട്ട് പഠിപ്പിക്കുന്നു. കാരണം അതൊരു കറക്റ്റ് ട്രഡീഷൻ അനുസരിച്ചാണ് നമ്മൾ ഏതൊരു മെത്തേഡും പഠിപ്പിക്കേണ്ടത്. ശരിയായിട്ടുള്ള വീഡിയോസും ഉണ്ട്, എന്നാലും നമ്മളത് കറക്റ്റ് അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു സ്ക്രിപ്ചറിൽ നിന്ന്, ഗ്രന്ഥത്തിൽ നിന്ന്, ആ ഒരു ട്രഡീഷനിൽ നിന്ന് നമ്മളത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.